ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പേ ഓഫ് മെട്രിക്സ് എങ്ങനെ അനലൈസ് ചെയ്യാം എന്ന് മാത്രമാണ്. ഒരു ചെറിയൊരു കൺസെപ്റ്റാണ്, എങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പേ ഓഫ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത് ഒളിഗോപോളി മാർക്കറ്റ് സ്ട്രക്ചറിൽ ഗെയിം തിയറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ പേ ഓഫ് മെട്രിക്സ് വരുന്നത്. ഒളിഗോപോളി മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതൊരു മാർക്കറ്റ് സ്ട്രക്ചറാണ്. അതിൽ ഫ്യൂ സെല്ലേഴ്സേ ഉണ്ടാവുള്ളൂ. ആ മാർക്കറ്റ് സ്ട്രക്ചറിലാണ് നമ്മൾ ഗെയിം തിയറി യൂസ് ചെയ്യുന്നത്. ഗെയിം തിയറി എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റ് തിയറിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മാർക്കറ്റിൽ 2 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകും. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ ഒരാൾ പ്രൈസ് കുറക്കും. പ്രൈസ് കുറക്കുന്ന ആൾ പ്രൈസ് കുറക്കുക എന്നത് അയാളുടെ ഒരു സ്ട്രാറ്റജിക് ഡിസിഷനാണ്. സോ മറ്റേ ആളുമായിട്ട് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഗെയിം നടക്കുന്നു. അത്രയേ ഉള്ളൂ ഒരു ഗെയിം തിയറി ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഈ ഗെയിം തിയറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഈ പേ ഓഫ് മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു ടേബിളാണ്. ആ ടേബിൾ ഷോ ചെയ്യുന്നത് എന്താ? ഔട്ട്കം. എന്തിൻ്റെ ഔട്ട്കമാണ്? സ്ട്രാറ്റജിയുടെ കോമ്പിനേഷനുകൾ ഉണ്ടാകും. ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയുടെ കോമ്പിനേഷനുകൾ ഉണ്ടാകും. അതിൻ്റെ ഔട്ട്കത്തെയാണ് ഈ ടേബിളിൽ നമ്മൾ കാണിക്കുന്നത്. അത് ഷോ ചെയ്യുന്നത് പ്ലെയേഴ്സ് റിസീവ് ചെയ്യുന്ന പേ ഓഫുകളാണ്. എന്താണ് ഈ പേ ഓഫ് എന്ന് പറഞ്ഞാൽ? എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? നമുക്കൊന്ന് കണ്ണോടിക്കാം. അതായത് പേ ഓഫ് മെട്രിക്സിൽ 3 കോമ്പണൻസ് ആണുള്ളത്. അവയാണ് ഈ പ്ലെയേഴ്സും സ്ട്രാറ്റജീസും പേ ഓഫുകളും. അതായത് പ്ലെയേഴ്സ് പറഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സാണ്. സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഈ ഡിസിഷൻ മേക്കേഴ്സ് എടുക്കുന്ന പോസിബിളായിട്ടുള്ള ആക്ഷനുകളാണ്. അവർക്ക് പോസിബിളായ ആക്ഷനുകളെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ എടുക്കുന്ന സ്ട്രാറ്റജി, പ്ലെയേഴ്സ് എടുക്കുന്ന സ്ട്രാറ്റജികൾ ചിലപ്പോൾ ഗെയിൻ ആവാം, ലോസ് ആവാം. അതിനെയാണ് നമ്മൾ പേ ഓഫുകളായിട്ട് കണക്കാക്കുന്നത്. ഈ ഓരോ പേ ഓഫുകളെയാണ് പേ ഓഫ് മെട്രിക്സിൽ കാണിക്കുന്നത്. അതൊരു പേ ഓഫ് മെട്രിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻസിനെയാണ്. സിമ്പിൾ ആൻഡ് പവർഫുൾ ടൂളാണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഒരു ചെറിയൊരു പേ ഓഫ് മെട്രിക്സ് എങ്ങനെ ഡിസ്കസ് ചെയ്യാമെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് നോക്കാം. അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതൊരു പേ ഓഫാണ്. അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫേം എ കാണാം, ടോപ്പായിട്ട് ഫേം ബീൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജിയും കാണാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ലോ പ്രൈസും ഹൈ പ്രൈസുമാണ് ഫേം എയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഫേം ബിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബോട്ടത്തിലുള്ള ലോ പ്രൈസും ഹൈ പ്രൈസുമാണ്. ഫേം എ ലോ പ്രൈസും ഹൈ പ്രൈസും ചാർജ് ചെയ്യുന്നതും ഫേം ബി ലോ പ്രൈസും ഹൈ പ്രൈസും ചാർജ് ചെയ്യുന്നതും നമുക്കൊന്ന് എങ്ങനെ ഈ പേ ഓഫിലൂടെ മനസ്സിലാക്കാമെന്ന് നോക്കാം. അതായത് അവർക്ക് കിട്ടുന്ന പേ ഓഫുകളാണ് ഈ നമ്പേഴ്സിൽ കാണുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫേം എയുടെ എലമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്ന ലെറ്റേഴ്സാണ്. ഫസ്റ്റിലുള്ള എലമെൻ്റാണ് ഫേം എയുടെ പേ ഓഫുകൾ. ഫേം ബിയുടെ പേ ഓഫ് എന്ന് പറയുന്നത് സെക്കൻഡ് വരുന്ന എലമെൻറ്റുകളാണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫേം എൻ്റേത് നോക്കുമ്പോൾ കോളം വൈസ് ആയിട്ടാണ് നോക്കുക. ഫേം ബിയുടേത് നോക്കുന്നത് റോ വൈസ് ആയിട്ടാണ്. ഓക്കെ. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമുക്ക് നോക്കാം. ഫേം എയുടെ പേ ഓഫ് ഏതൊക്കെയാവും? 3, 1, 4, 2. ഓക്കെ. ഫേം എ ലോ പ്രൈസ് ചൂസ് ചെയ്താൽ ഫേം എൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് 3ഉം 1ഉമാണ്. ഫേം എ ഹൈ പ്രൈസ് ചൂസ് ചെയ്താൽ ഫേം എയുടെ പേ ഓഫ് 4ഉം 2ഉം ആണ്. ഓക്കെ. അങ്ങനെയാണ് അത് റീഡ് ചെയ്യുക. ഫേം ബി ലോ പ്രൈസ് ചൂസ് ചെയ്താൽ നമ്മൾ റോ വൈസ് ആയിട്ടാണ് നോക്കുക കേട്ടോ. അപ്പം ഫേം ബി ലോ പ്രൈസ് ചൂസ് ചെയ്താൽ 3, 1. ഓക്കെ. ഫേം ബി ലോ പ്രൈസ് ഫേം ബി ഹൈ പ്രൈസ് ചൂസ് ചെയ്താൽ 4, 2.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പേ ഓഫ് മെട്രിക്സ് റീഡ് ചെയ്യുന്നത്. ഇനി ഇതിൽ കുറച്ച് കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. ഡൊമിനൻ്റ് സ്ട്രാറ്റജി, നാഷ് ഇക്വിലിബ്രിയം, മാക്സി മാക്സ്, മിനി മാക്സ്, ഇങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.